കേരള രാഷ്ട്രീയ സാമൂഹ്യ തൊഴിലാളികളുടെ ചരിത്രമെന്ന പ്രകാശനം ഞങ്ങളും സജ്ജീകരിക്കുകയാണ്. സ്മരണീയ പരിപാടിയിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ശാസ്ത്രീകരിക്കുന്ന ബഹുമാനികളൊക്കെ തിരുവനന്തപുരത്തെ പ്രശസ്തത്തെ രണ്ട് ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. സ്മരണ ഉദ്ഘാടനവും അനുസ്മരണവും ശ്രീകാന്തമതി ബാലൻ അനുസ്മരണവും ഫൗണ്ടേഷൻ വെബ്സൈറ്റിലാണ്. രണ്ടുപേരുടെ കുടുംബവുമായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട്. ബി ജോൺ സാറ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇവിടുത്തെ ലോസ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനും ഷിബുവിൻ്റെ മദറും സ്കൂളിലാണ് പഠിച്ചിരുന്നത് നാട്ടിൽ. ഷിബുവായിട്ടും ഷിബുവിൻ്റെ കുടുംബമായിട്ടും എനിക്ക് അല്ലാതെ വളരെ അടുത്ത ബന്ധമുണ്ട്. ബാലേട്ടൻ്റെ കുടുംബത്തോടൊരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ സംസാരിക്കുന്നത്. കാര്യം അദ്ദേഹം നമ്മളെ വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. അത് വലിയ ഒരു സങ്കടം തന്നെയാണ്. പക്ഷേ അതിന് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം മദ്രാസിൽ വരികയും നിങ്ങളെയൊക്കെ കാണുകയും ചെയ്തു. ചില സമയത്തൊക്കെ ഷിബുവായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട് ബാലേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന്. പക്ഷെ ആ സമയത്ത് നമ്മളെ വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. ഒരു തരത്തിലും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മകളെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. ബാലേട്ടൻ എനിക്കൊരു എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ തന്നെയായിരുന്നു. എൻ്റെ നാട്ടുകാരനായിരുന്നു. കണ്ടീഷൻ ഉണ്ടാവും എന്നൊക്കെ പറയാവുന്ന ഒരു സാഹോദര്യമായിരുന്നു അദ്ദേഹത്തിന് എന്നോട്. വ്യക്തി ജീവിതത്തിനും പ്രവൃത്തി ജീവിതത്തിനും സൗഹൃദത്തിന് വലിയ വില കൊടുത്ത ആളാണ്. ബാലേട്ടൻ്റെ കുടുംബമായിട്ടും നാട്ടിലുള്ള ബാലേട്ടൻ്റെ കുടുംബമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട്. ബാലേട്ടൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഈ സൗഹൃദ ബന്ധം തന്നെയാണ് അദ്ദേഹത്തെ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്.
സുഗമോ ദേവി എന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രീ വേണു നാഗവല്ലി ആദ്യമായിട്ടൊരു സംവിധായകനായ മാറിയ ചിത്രമാണ്. ശിവ ഇവിടെ പറഞ്ഞ പോലെ കാലം തെറ്റിപ്പിറന്ന സിനിമകൾ നിർമ്മിച്ച ആളാണ്. പക്ഷെ കാലം തെറ്റിപ്പിറന്ന സിനിമകൾ എന്ന് ഞാൻ അതിനെ പറയുന്നില്ല. കാര്യം വളരെ നല്ല സിനിമകൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് ബാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ മാളൂട്ടി, പഞ്ചവടിപ്പാലം, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ശശികുമാർ സാറിനായിട്ടുള്ള 10ാമത്. ഈ സിനിമകളൊക്കെ അന്ന് ഇറങ്ങിയതിനെക്കാട്ടിലും പിൽക്കാലത്താണ് ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ടത്. തൂവാനത്തുമ്പികളൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഒരുപാട് വിശേഷണങ്ങളുള്ള ആളാണല്ലോ. ലാപ്പ് നോക്കാതെ സിനിമ നിർമ്മിച്ച ആൾ, കലാമൂല്യമുള്ള സിനിമയ്ക്കായിട്ട് പ്രയത്നിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ ബാനറിനൊരു പേര് തന്നെ ഉണ്ടായിരുന്നു, ഗാന്ധിമതി സമ ക്വാളിറ്റി, ഒരു സമവാക്യം. കാര്യം സിനിമയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു എല്ലാ സിനിമയ്ക്കും. പിന്നെ അസാമാന്യമായ സംഘടന പാടവേണ്ടിയുള്ള ആളായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഷോയുമായി ബന്ധപ്പെട്ട് വിദേശത്തും ഇവിടെയുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഭയങ്കര ലോജിസ്റ്റിക്സ് അതിൻ്റെ ഒരാളായിരുന്നു. നല്ല ഭക്ഷണം ഇഷ്ടമുള്ള ആളായിരുന്നു. ഒരുപാട് ഒന്നും ബാലേട്ടനെക്കുറിച്ച് നല്ല ഓർമ്മകളല്ലാതെ വേറെ ഓർമ്മകളൊന്നും എനിക്ക് പറയാനില്ല. ഞാനെപ്പോഴും ബാലേട്ടനെ കാണാൻ ചോദിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റി, ചേച്ചിയെ പറ്റി, കുട്ടികളെ പറ്റിയൊക്കെ. കുറേ നാൾ മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ഡിന്നറിനൊക്കെ പോവുകയൊക്കെ ചെയ്തു. എന്നാലും ഞങ്ങൾ പലപ്പോഴും എറണാകുളത്ത് വെച്ചുമൊക്കെ കാണാറുണ്ട്. ഞാൻ ഇവിടെ വന്ന് കണ്ടില്ലെങ്കിലും ബാലേട്ടനെ ഷിപ്പുമായിട്ടൊക്കെ ഒരുപാട് തവണ ഞങ്ങൾ കാണും. രോഗം കരശാലായതിനു ശേഷം അദ്ദേഹത്തെ നേരിൽ കാണാൻ സങ്കടം വീണ്ടും ബാക്കി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തെ ഓർമ്മകളും ആ വിഭവങ്ങളും മങ്ങാതെ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. കഴിഞ്ഞ വർഷം എൻ്റെ ജന്മദിനത്തിന് അദ്ദേഹം മദ്രാസിൽ വന്നിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണണം, അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിരുന്നു. വീണ്ടും നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാമെന്നുള്ള വാക്കിനാണ് തോന്നുകൂടി അദ്ദേഹമായത്. കാലത്തിനുള്ളൊരു വേർപാടായിപ്പോയി അദ്ദേഹത്തിൻ്റെത്. അതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടതെന്നുള്ളൊരു ഒരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകുകൊണ്ടും ആ വേർപാടിൽ നിന്ന് കരകയറാൻ കുടുംബാംഗങ്ങൾക്ക് മനഃശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ നിർത്തുന്നു. ബാലേട്ടൻ നിങ്ങളെ വിട്ടുപോയില്ല എന്ന വിശ്വാസം. താങ്ക് യു. നന്ദി ബാലേട്ടൻ. ഔപചാരികമായി വെബ്സൈറ്റിൻ്റെ ലോഞ്ച് ഇവിടെ നിർവഹിക്കാനും പ്രിയപ്പെട്ട ബാലേട്ടനെ ക്ഷണിക്കുന്നു. ബേബി ജോൺ ഫൗണ്ടേഷൻ വെബ്സൈറ്റിൻ്റെ ലോഞ്ച് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോടുകൂടി സമ്മതത്തോടുകൂടി ഞാൻ നിർവഹിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. ഇപ്പം ഇവിടെയുള്ള നിങ്ങളുടെ ഒക്കെ പക്കൽ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു വെബ്സൈറ്റിൽ തന്നെ ഒരു നമ്പർ ഉണ്ടാവും, അതിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്.